കുട്ടികളെ നമസ്കാരം. മഹാകവി വള്ളത്തോള് കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രാവിനോട് എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്, അരിയിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതിന് ഉത്തരവൊന്നും സ്വാഭാവികമായും ആ പ്രാവിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതിനുള്ള ഉത്തരം സ്വയം കണ്ടുപിടിക്കുകയാണ് കവി ചെയ്യുന്നത്. അതാണ് 13-ാം ശ്ലോകത്തിലെ പ്രമേയം. നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. അഥവാ തവ കുറ്റമല്ലിതോർത്താൽ കഥമെന്നിൽ പ്രതിപത്തി തോന്നിടും തേ. കഥയേറുകയാൽ സ്വകാര്യമാത്ര പ്രഥമാനോദ്യമനല്ലയോ മനുഷ്യൻ. അഥവാ ഇത് ഓർത്താൽ തവ കുറ്റം അല്ല. തേ കഥം എന്നിൽ പ്രതിപത്തി തോന്നിടും. മനുഷ്യൻ കഥയേറുകയാൽ സ്വകാര്യമാത്ര പ്രഥമാനോദ്യതൻ അല്ലയോ. അഥവാ എന്ന് പറഞ്ഞാൽ അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ പക്ഷേ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇത് തവ കുറ്റമല്ല. ഇത് എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരം പറയാതെ പോകുന്നത്. അത് അങ്ങയുടെ കുറ്റം അല്ല എന്നാണ് കവി പറയുന്നത്. ഏ കഥം എന്നിൽ ഏതു വിധത്തിൽ പ്രതിപത്തി ഇഷ്ടം തോന്നും എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടാൻ യാതൊരു കാരണവും ഇല്ല എന്ന് കവി സ്വയം സമാധാനിക്കുകയാണ്. അതിൻ്റെ കാരണമാണ് അടുത്ത വരിയിൽ ഉത്തരാർദ്ധത്തിൽ പറയുന്നത്. കഥയേറുകയാൽ എന്നത് ഒരു ശൈലിയാണ്. കഥയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ വിവരം കുറഞ്ഞവൻ, കഥയേറിയവൻ എന്ന് പറഞ്ഞാൽ വിവരം കൂടിയവൻ എന്നർത്ഥമുണ്ട്. അപ്പൊ കഥയേറുകയാൽ വലിയ വിവരം ഉള്ള ആളാവ് കൊണ്ട് സ്വകാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ കാര്യം, സ്വന്തം കാര്യം, സ്വകാര്യം മാത്രം, അത് മാത്രം, അവനവൻ്റെ കാര്യം മാത്രം. അപ്പോൾ സ്വകാര്യമാത്ര പ്രഥമാനോദ്യമൻ പറഞ്ഞാൽ തൻ്റെ കാര്യത്തിൽ മാത്രം അത് ആദ്യം നടക്കണം എന്നുള്ള ഉത്സാഹം ഉള്ള ആള് എന്നർത്ഥം. അങ്ങനെയുള്ളവൻ മനുഷ്യൻ ഇപ്പോൾ ആ പ്രാവിനെ പോയി ശുശ്രൂഷിക്കും, അതിന് വേണ്ടത് ഉപചാരങ്ങൾ ചെയ്യുന്നു, ഉപകാരം ചെയ്യുന്നു. പ്രാവ് വിചാരിക്കാൻ സാധ്യതയില്ല. അതാണ്. പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനു എന്നാൽ അറിയുകയാണ്. അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ എന്നാണ് വാക്യത്തിൻ്റെ അർത്ഥം. മനുഷ്യൻ അറിവുള്ളവനാണ്, പക്ഷെ സ്വന്തം കാര്യം മാത്രം നോക്കി നടത്തുന്ന ആളാണ്. പ്രാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിലുള്ളത് ഒരു മനുഷ്യനാണ്. സ്വാർത്ഥ തൽപരനായ ആ മനുഷ്യനിൽ ഇഷ്ടം തോന്നാൻ ഒരു വഴിയുമില്ല. അതാണ് കഥമെന്നിൽ പ്രതിപത്തി തോന്നിയിടും. അതിനുള്ളൊരു വഴിയില്ല. കാരണം ഒരു സ്വാർത്ഥിയാണ് ഇയാള് എന്ന് ആണ് കവി സമർത്ഥിച്ചു കൊണ്ടുവരുന്നത്. ചുരുക്കി പറഞ്ഞാല് പ്രാവ് ഒന്നും മിണ്ടാതെ പോകുന്നത് മനുഷ്യൻ ഒരു സ്വാർത്ഥിയാണെന്ന് അത് അറിയാവുന്നത് കൊണ്ടാണ് എന്നും അതിൽ പ്രാവിന് യാതൊരു തെറ്റുമില്ല, കുറ്റവുമില്ല എന്ന് സമർത്ഥിക്കുകയാണ് കവി ചെയ്തിരിക്കുന്നത്. ഉത്തരാർദ്ധത്തിൽ പൂർവാർദ്ധത്തിന് ഹേതുവാകയാൽ ഉത്തരാർദ്ധം ഹേതുവായിട്ട് തീരുകയാണ് പൂർവാർദ്ധത്തിന്. അതിന് കാവ്യലിംഗം എന്ന അലങ്കാരം ആണ് പറയാറ്. ഈ ശ്ലോകത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ആ അലങ്കാരമാണ്. ഹേതു കാവ്യപദാർത്ഥങ്ങളാവുകിൽ കാവ്യലിംഗമാം. ഉദാഹരണം, കന്ദർപ്പനീ കളിക്കേണ്ട മന്ദ ഞാൻ ശിവഭക്തനാം. അപ്പോ കന്ദർപ്പന്റെ കൊന്ന ആളാണ് ശിവൻ. അപ്പോൾ ശിവഭക്തനും ശിവന്റെ തുണയുണ്ടാവും. അപ്പോൾ കന്ദർപ്പ എന്നോട് നീ കളിക്കണ്ട എന്നാണ് ഇതിൽ പറയുന്നത്, കാവ്യലിംഗത്തിന്റെ ഉദാഹരണത്തിനായി പറഞ്ഞത്. അപ്പോൾ
ഇവിടെ ദ്വിതീയാക്ഷരപ്രാസമുണ്ട്. അതുപോലെ അലങ്കാരം, വൃത്തം, പ്രാസം മുതലായ ശ്രദ്ധിച്ചാൽ ആ ശ്ലോകം ഓർമ്മ വരാൻ എളുപ്പമുണ്ട് എന്നുകൂടി അനുഭവസിദ്ധമാണ്. കുട്ടികളെ, ഇതിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നും കൂടി നോക്കാം. ചിലപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ് അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഇരുന്നുകൊണ്ട് അതിനെ ഊതിപ്പെരുപ്പിച്ച് വലിയൊരു സംഭവമാക്കി തീർക്കും ചിലവർ. അങ്ങനെ ചെയ്യേണ്ടതില്ല. അതിൻ്റെ ഉത്തരവാദി താനാണെന്ന് സ്വയം കരുതിയാൽ പിന്നെ ആ വിഷയത്തിൽ ഒരു പ്രശ്നം ഇല്ലാതാവും. മറ്റവൻ്റെയാണ് തെറ്റ് എന്ന് വിചാരിച്ചാൽ തന്നെ കോപം മുതലായ വികാരങ്ങൾ വന്നാൽ അത് തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നു മാത്രമല്ല അവനവൻ്റെ ശരീരത്തിനും അത് ഹാനികരമാണ്. അതിനാൽ കുറ്റം അന്യരിൽ ചാരരുത് എന്നുള്ള ഒരു ഗുണപാഠം കൂടി നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. അടുത്ത ശ്ലോകം അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.